രണ്ടാം ആഴ്ചയിലും ഇന്ത്യ മുഴുവൻ തരംഗമായി ധനുഷ് ചിത്രം കുബേര. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കുബേര എന്ന് പറയുന്ന സിനിമയുടെ 11ാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ധനുഷിന്റെ മറ്റൊരു ചിത്രം കൂടി 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ധനുഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി ശേഖർ കമ്മൂർ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് കുബേര എന്ന് പറയുന്ന സിനിമ. ധനുഷിനൊപ്പം തന്നെ രശ്മിക മന്ദാന, നാഗാർജുന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളുടെ ചിത്രം വൻ വിജയമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. തമിഴിനേക്കാൾ കൂടുതൽ ചിത്രം വലിയൊരു വിജയം തെലുങ്ക് ബോക്സ് ഓഫീസിലാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 11ാം ദിവസമായിട്ടുള്ള രണ്ടാം തിങ്കളാഴ്ച ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. തെലുങ്ക് പതിപ്പ് ഇന്നലെ ഏകദേശം 81 ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ തമിഴ് പതിപ്പിന് 12 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. കന്നഡ, ഹിന്ദി ഭാഷയിൽ നിന്നായിട്ട് ഏകദേശം ചിത്രം 10 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഇന്നലത്തെ മാത്രം വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 2 കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ആദ്യ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം 123 കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ധനുഷിന്റെ കരിയറിലെ മറ്റൊരു വിജയ ചിത്രമായിട്ട് മാറുകയാണ് കുബേര എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന് 200 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. 120 മുതൽ 150 കോടി രൂപ വരെയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റായിട്ട് കണക്കാക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് ചിത്രം ബിസിനസ് ഉൾപ്പെടെ ഇതിനോടൊപ്പം തന്നെ ലാഭമായി കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ കുബേര എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.